ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ന് തന്നെ കിട്ടിയ ഇന്ന് ഞാൻ കളിച്ചെടുത്ത അല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബെൻ വൈറ്റ് ആണ് എൻ്റെ ചോയ്സ് എന്ന് പറഞ്ഞിട്ട്. മീൻസ് ആ ഒരു ഇവൻ്റ് ഉണ്ടായിട്ടില്ലേ, ഷോർട്ട് ടൈമിന് കിട്ടുന്ന ഇവൻ്റിൽ നിന്ന് ഞാൻ എടുത്ത ബെൻ വൈറ്റിൻ്റെ റിവ്യൂ ആണ് ചേച്ചി ചെയ്യാൻ വേണ്ടി പോകുന്നത്. റിവ്യൂ ആയിട്ടൊന്നും കേട്ടിട്ടുണ്ട്. മീൻസ് എനിക്ക് ഇവരെ വെച്ച് എത്രത്തോളം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു നോക്കൽ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ അത്യാവശ്യം നൈസ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അത്ര എഫക്റ്റീവായിട്ട് തോന്നുന്നില്ലെങ്കിൽ നമുക്ക് നോക്കാം, ഗ്രൗണ്ടിൽ എങ്ങനെയുണ്ട് നോക്കാം, സ്പിച്ചിൽ എങ്ങനെയുണ്ട് നോക്കാം. ഞാൻ അഡീഷണൽ സ്കിൽസായിട്ട് സൂപ്പർ സബ് കയറി വന്നതാണ്. ത്രൂ പാസിങ്, നോ ലുക്ക് പാസ്, ലോങ് ലോക്കഡ് പാസ്, അത് കഴിഞ്ഞിട്ട് ലോങ് ത്രൂ ഓടുന്ന കയറി വന്നതാണ്. കാര്യം പറയാറ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സൂപ്പർ സബ് എങ്ങനെയോ കയറി വന്നതാണ്, മാറ്റാൻ നിന്നില്ല പറ്റും. ത്രൂ പാസിങ് നല്ലൊരു സ്കില്ലാണ്, ആവശ്യമുള്ളൊരു സ്കില്ലാണ്. പിന്നെ നോ ലുക്ക് പാസ് അതും അത്യാവശ്യമുള്ള സ്കില്ലാണ്. പിന്നെ ലോസ്റ്റ് പാസ്, ഒരു എന്താ പറയുക, ക്രോസിങ് അല്ലെങ്കിൽ ഒരു റൈറ്റ് ബാക്കിന് ലോസ്റ്റ് പാസ് ഇത്രയും ബെറ്ററാണ്. ലോങ് ത്രോ പിന്നെ അതെവിടുന്ന് കയറുമെന്ന് എനിക്കറിയില്ല, ഇതൊന്നോ. ഓവറോൾ ഇതൊരു നൈസ് കാർഡാണ്. എന്താ പറയുക, റേറ്റിങ്ങിൻ്റെ കാര്യത്തിലായാലും എനിക്കിഷ്ടമായിരുന്നു. ലോസ്റ്റഡ് പാസിൻ്റെ അത്യാവശ്യം നൈസായിട്ടുള്ള ലോസ്റ്റഡ് പാസ് ഉണ്ട്. പക്ഷെ എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത് ഈ ഒരു ഞാൻ കാണിച്ച കേള് 77 ഉള്ളൂ ഗൈസ്. അതാണ് ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നിയത്. ബട്ട് ഐ മാനേജ്ഡ്. നോക്കാം ഈസിൻ്റെ സി ഫോം ഗൈസ്. അതായത് വില്യം സാലിബ ഇത് നേഫോ ലനോന് പകരം വേറെ ഗോൾ കീപ്പർ ഒന്നും ചെയ്യണടാ. നോ ഗൈസ്, നമുക്ക് കളിച്ചു നോക്കാം എന്താകും. നമുക്കിപ്പോൾ റേറ്റിങ്ങിൽ വെച്ചിട്ട് ഒരു പ്ലെയർ എന്തായാലും വിലയിരുത്താൻ പറ്റില്ല. അതിപ്പം 101 ആയാലും 102 ആയാലും റേറ്റിംഗ് വെച്ച് ഒരിക്കലും വിലയിരുത്താൻ പറ്റില്ല. കളി എങ്ങനെയുണ്ട് നോക്കണം. വിൽ ചെക്ക്. മെയിനായിട്ട് ക്രോസ് അടിപ്പിക്കുക, കുത്തി ഗോൾ അടിപ്പിക്കുക. മീൻസ് ക്രോസ് അടിപ്പിക്കുക, ഗോൾ അടിപ്പിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അസിസ്റ്റ് കൊടുക്കാനുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഗോൾ അടിക്കാൻ ഞാൻ നിൽക്കണ്ട, കാരണം അത്രക്കൊന്ന് കയറ്റിക്കൊണ്ടുവരാൻ കേസ്. അതന്നെ റൈറ്റ് മിഡ്ഫീൽഡറിലുള്ളൊരു ഫോർമേഷൻ വേണമെന്നായിരുന്നു. റൈറ്റ് മിഡ് കളിക്കുന്ന കാരണൂടാ. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ബാക്ക് കളിക്കുക. നോ, ഹി വിൽ പ്ലേ ഇൻ ദ സെൻറ്റർ ബാക്ക് പൊസിഷൻ കേസ്. സെൻറ്റർ ബാക്കിൽ കളിക്കുന്നുണ്ട് വൃത്തിയിൽ. സെൻറ്റർ ബാക്കിൽ കളിക്കുന്നതാണ് എന്തായാലും. അപ്പോൾ സെൻറ്റർ ബാക്കിൽ കളിക്കുന്ന സ്ഥിതിക്ക് ഞാനൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കൂ എന്തായാലും. ഇപ്പം റൈറ്റ് ബാക്കിൽ മാത്രമായിട്ട് കളിക്കുമ്പോൾ ബെറ്റർ. ഇവൻ ഡിഫെൻസീവ് ആയിട്ടുള്ളൊരു എന്താ പറയുക അപ്രോച്ച് എത്ര എങ്ങനെയാണ് നല്ലതാണോ നല്ലതല്ല നോക്കേണ്ടിയിട്ട് ഞാനൊന്ന് റൈറ്റ് ബാക്കിൽ അല്ലെങ്കിൽ റൈറ്റ് ബാക്കിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് സെൻറ്റർ ബാക്കിലിട്ട് കളിപ്പിച്ച് പോകും. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ക്രോസ് ഇടുക, ക്രോസ് ഇടിച്ച് ഓടിപ്പിക്കാനുള്ളതാണ്. അതിന് മുമ്പേ ഐ തിങ്ക് ഇവൻ ഇവിടെ കളിക്കട്ടെ. ഇവിടെ കളിക്കട്ടെ. അത് ഇവിടെ കളിച്ചാൽ റൈറ്റ് മിഡ് കിട്ടില്ലല്ലോ. ഐ വിൽ ഗോ ഫോർ റൈറ്റ് ബാക്ക്, റൈറ്റ് മിഡ്. ഞാൻ എന്തായാലും ഇപ്പം എന്തായാലും റൈറ്റ് മിഡിലേക്ക് ഇറക്കാൻ നിൽക്കുന്നില്ല. ഐ ചെക്ക്. ഈ ഒരു ലെവലിലാണ് ഉണ്ടായെന്ന് തോന്നുന്നു. ഇപ്പത്തേക്ക് തന്നെ കളിക്കട്ടെ. അതിനുശേഷം നമുക്കൊന്ന് മാറ്റി കളിപ്പിച്ച് നോക്കാം. കുറച്ച് ഓവർലാപ്പായിട്ട് കളിക്കുന്നുണ്ട്. അപ്പം നോക്കാം, കളിച്ച് നോക്കാം. ഓപ്പണൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ മാനസിക യുണൈറ്റഡാണ് നമ്മളെ ഓപ്പണൻ്റായിട്ട് വന്നിട്ടുള്ളത്. ഈസ് ഇൻ എക്സലൻറ്റ് ഫോം ഗൈസ്. നല്ല ഫോമിലാണ് ഉള്ളത്. എന്താ പറയുക, ടോപ്പ് ഫോമിലുള്ളതെന്ന് പറയും, ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നോക്കാം ഗൈസ് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ നോക്കാം. കോളല്ലേ അത്,
കോളും റിബറിയും ഗൈസ്. റിബറി ചെയ്തത് റിബറി അതോ റിസസ്കിയ ഇതൊന്നോ. ഓ ആസനലിൻ്റെയും മനുഷ്യനായിട്ടിൻ്റെയും എപ്പിക്കലുണ്ട് ഗൈസ്. കസിയാൾസ് എന്താണത്? നൈസ് സ്ക്വാഡാണ്. യാ ഇറ്റ്സ് നൈസ് സ്ക്വാഡ്. ഗൈസ് നമുക്കുണ്ട്, നമുക്കില്ലാണ്ടൊന്നുമില്ല. വി ഹാഡ് അത് നമ്മളെ ചെക്കിനടുത്തോടെ പോയാ വേറെ സെൻട്രൽ കോൾ ഗൈസ്. അവിടെ കോളില്ലടാ. ചേ മിസ്സായി കളഞ്ഞത്. കുഴപ്പമില്ല, നമുക്ക് കളിക്കാം ഉള്ളത് വെച്ച് ഓണം പോലെ. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ ഈ വീഡിയോൻ്റെ എയിം എന്ന് പറയുന്നത് മെയിനായിട്ട് ഇവനെ കൊണ്ട് ഓവർലാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഗോൾ അടിപ്പിക്കുക എന്നുള്ളതാണ്. ഓവർലാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഒരു ക്രോസ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഗ്രൗണ്ട് പാസ് കൊടുത്തിട്ടോ. ഗ്രൗണ്ട് പാസ് കൊടുത്തതിനെ കൊണ്ട് ക്രോസിൻ്റെ ഇത് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടൊന്ന് ക്രോസ് കൊടുത്തിട്ട് തന്നെ മെയിനായിട്ട് ഗോൾ അടിപ്പിക്കാൻ നോക്കാം. യെസ്, അപ്പോൾ നോക്കാം. വിൽ ചെക്ക്. എന്തായാലും റെഡി കൊടുത്തിട്ടുണ്ട്. ലാഗ് ഇല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു കളി കിട്ടുന്നതായിരിക്കും. ലാഗ് ഉണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം ഓവറോൾ നോക്കുന്നുണ്ട് നല്ലൊരു കാർഡ് തന്നെയാണ്. എടുക്കാന്നുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചുള്ള കാർഡ് എടുക്കുക. എനിക്കിപ്പം ഒന്ന് റൈറ്റ് ബാക്കിന് വേണമെന്ന് തോന്നി, അതുകൊണ്ടാണ് റൈറ്റ് ബാക്കിന് എടുത്തിട്ടുള്ളത്. റൈറ്റ് ബാക്കിൽ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജൂൾ കൗണ്ടൈൻ ആയിരുന്നു. ജൂൾ കൗണ്ടൈൻ്റെ പെർഫോമൻസ് അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ്. പക്ഷേ എനിക്ക് ഒരു എന്താ പറയുക ബിഗ് ടൈമല്ല ഒരു ഷോർട്ട് ടൈം കാർഡ് വേണമെന്നുണ്ടായിരുന്നു. അതിൻ്റെ തുടർന്ന് തന്നെയാണ് ഞാൻ ഈ ഒരു കാർഡ് എടുത്തിട്ടുള്ളത്. നോക്കാം. എടാ വാടാ മെയിനായിട്ട് എടാ ഒരു നല്ല പെർഫോമൻസ് ഉണ്ട്. എച്ച് ഗോൾ. അവിടെ ഇതെന്ത് തേങ്ങ ഔട്ട് സൈഡ്. യെസ്, മാക്സിമം ക്ലോസ് കൊടുക്കാൻ വേണ്ടി നോക്കണം എന്നായിരുന്നു. പക്ഷെ എനിക്ക് ഓവർലാപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പം ഡൗട്ട്. അടിയടാ അതെങ്കിലും അടിയേ. എന്ത് ഗോൾ കീപ്പറാണ് അത്? എമിലിയ മാർട്ടിനസ് ഒന്നുമല്ലല്ലോ. നിക്തേഷ് ഗൈസ്. അടിയിൽ ഗോൾ സ്കോററാണ് നിക്തേഷ് എന്ന് പറഞ്ഞു. നിക്ത അങ്ങനെ എന്തൊക്കെ പേരാന്ന് പോലെ. നമുക്ക് ജസ്റ്റ് ഐ തിങ്ക് ഐ ഗോ ഫോർ ക്വിക്കറായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റിയ നിർത്തുന്നുണ്ട് ഇവിടെ. അവിടെ എൻ്റെ നമ്മളെ മെയിൻ താരം ബെൻ വൈറ്റ് ഈസ് ദ ഫ്രീ കിക്ക് ടേക്കർ. ഫ്രീ കിക്ക് അല്ല, കോർണർ ടേക്കർ. നല്ലൊരു കോർണറാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ കുത്തായി ആൻഡ്രെ ഒനാന ഈസ് ദ ഗോൾ കീപ്പർ. ബട്ട് ഇവിടെ എന്ത് കളിയുടെ മോനെ, ഇതൊന്നും കളിക്കാൻ പാടില്ല കേട്ടോ. അത് ഉള്ള കാര്യം പറയുന്നു. നൈസ് പാസ്. ചേട്ടാ നൈസ്. എടാ പോടാ ബോള് ഉള്ള കാര്യം പറയുന്ന ബോൾ പോയി. നമ്മൾ മാക്സിമം ത്രൂ വെച്ച് കളിക്കാൻ വേണ്ടി നോക്കുന്നതാണ്. ഡിഫൻഡ് കോസ്റ്റാ കൂട്ടാ. ഇപ്പം നൈസ് ഡിഫൻഡ്. എടാ ഇപ്പറം കൊടുക്കുക ഇവനെ. ഇപ്പറം ഫ്രീ ഒന്നും പറഞ്ഞില്ല, പക്ഷെ അപ്പുറം ഒന്ന് കളിപ്പിക്കാനും ഗോൾക്കീപ്പർ. ജസ്റ്റ് ഒന്ന് കളിപ്പിക്കാനെങ്കിലും പറ്റും. ഒന്നിൽ പാസ് ഇടാൻ പഠിക്കണം, അല്ലെങ്കിൽ ഞാൻ അടിക്കാൻ പഠിക്കണം. ഇതാണ് നോക്കാൻ തോന്നുന്നു. ഇറ്റ്സ് എ നൈസ് ഇന്റർസെപ്ഷൻ. ഓടോ പോയി. ബെൻ വൈറ്റിന് കിട്ടുക. ഇറ്റ്സ് റോഡ്രി ഗൈസ്. റോഡ്രിന് നൈസ് ഒരു തുറവാന്നല്ല. ഇറ്റ്സ് നൈസ് ഇന്റർസെപ്ഷൻ. റോഡ്രി എടാ പോയി. ഒന്നൊരു ഷോട്ട് ഒന്നും കയറി നടക്കുമെന്ന് ഗൈസ്. പവറില്ലേ. മെയിനായിട്ടുള്ള ലക്ഷ്യം ആയിട്ടടാ പോയി. ഒരു ഫൗളും കൂടി കിട്ടിയില്ല. എന്ത് തുറവാടാ എല്ലാം വെച്ച് കൊടുത്ത് നീ. പൂട്ട് വിടല്ല. ഇതൊന്നും വിട്ടാൽ ശരിയാവില്ല. It's outside or not? It's outside. അവിടെ ബെൻ വൈറ്റിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്കൊരു ക്രോസ് ഇടുന്നുണ്ട്. നോക്കട്ടെ, കയ്യോ നോക്കട്ടെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ടൈം കാണുന്നവരങ്ങനെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. റോഡ് 1.8K ആണ് ഇപ്പോൾ വരെ. ടിൽ നൗ ഇറ്റ്സ് 1.8K.
ഇവിടെ മുമ്പൊന്ന് മുമ്പോട്ട് എടുക്കടാ. ഡിഫെൻസ് നമ്മൾ ബ്രേക്കാന്ന് പക്ഷെ അത് മാനേജ് ചെയ്യുന്നുണ്ട്. വേള തീമോനെ നിനക്ക് ഒരു ചാൻസിന് ഓടിക്കുന്നവനാണല്ലോ. ചാൻസ് കിട്ടാൻ നോക്കിയേക്കുന്നതാന്ന് തോന്നുന്നു. സ്റ്റണ്ണിങ് കണ്ടാൽ മനസ്സിലായി. എടാ തീ ഡിഫെൻഡിങ് ഒന്നും പറഞ്ഞ ഡിഫെൻഡിങ് പൊളിയാക്കി. കളി ഡിഫെൻസ് അത്യാവശ്യം നല്ലോണം കളിക്കുന്നുണ്ട്, നല്ലോണം എഫേർട്ട് എടുക്കുന്നുണ്ട്. ഉള്ള കാര്യം പറയാലോ, നല്ല എഫേർട്ട് എടുത്ത് കളിക്കുന്നുണ്ട് ഡിഫെൻസ്. ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട ഗോൾ ഉറപ്പാണ്. പക്ഷേ ആ ഗോൾ കീപ്പർ മറികടക്കുന്നത് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ് കേസ്. അപ്പം നമുക്കെല്ലാം പൊസിഷനും കുറവ്. പൊസിഷൻ വെച്ച് കളിക്കുന്നത് വേറെ ഒന്നല്ലേ, എന്നാലും പൊസിഷൻ കുറവാണ്. ഐ തിങ്ക് കുറച്ചുകൂടി ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് വരട്ടുവാണ്. ഇവിടെ നിന്ന് കിട്ടും, അല്ലാണ്ട് എനിക്ക് കിട്ടും എന്ന് എനിക്ക് തോന്നില്ല. ഐ ഡോണ്ട് നോ. ഒരു RMF പൊസിഷനിൽ കളിച്ചാൽ അത്രയും ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. CB ഫോർമേഷൻ കളിക്കാണ്ടിരിക്കുന്നു. സാക്ക സെൻറ്റർ ബാക്ക് അല്ല, അതൊരു കാര്യമാണ്. സാക്ക ഇസ് നോട്ട് എ സെൻറ്റർ ബാക്ക് ബട്ട് വിൽ changed ഗബ്രിയേൽ മഹലസ്. നമ്മളിപ്പം എന്തായാലും വൈറ്റിനെ മാറ്റിയിട്ട് റൈറ്റ് മിഡിലേക്ക് ആക്കിയിട്ടുണ്ട്. 90 റേറ്റിംഗ് കിട്ടുന്നുള്ളൂ. 11 റേറ്റിംഗ് ആണ് പോയി. നോക്കാം, 11 റേറ്റിംഗ് ആണ് ഡൗൺ ആയിട്ടുണ്ട്. ആ റേറ്റിംഗ് ഒന്നും വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് കളി കിട്ടണം, അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് റൈറ്റ് മിഡിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിന് ക്രോസ് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ, നോക്കാം. ട്രൈ അവർ ബെസ്റ്റ്. അതെ മിസ്സാക്കാനുള്ള ബോള് തീണ്ടി കൊണ്ടുപോകാൻ. ഇപ്പോൾ ഗോള് മേടിപ്പിക്കൂ എനിക്ക് അങ്ങനെ ഒന്ന് ഗോളിപ്പോൾ മേടിക്കും. ഇല്ലടാ, മേടിച്ച് ഓഫ്സൈഡ് ഓഫ്സൈഡ് അല്ലടാ, ഇറ്റ്സ് എ ഗോൾ. എടാ തേങ്ങ, ഇത്രയും ടൈം നല്ല ഡിഫെൻസ് വന്നിട്ട് ആ മകലത്ത് വന്നതിൻ്റെ ശേഷം എല്ലാം പോയാ. സെൻറ്റർ ബാക്കാണ് അതാണ് ഏറ്റവും വലിയ ചൊറ വന്നത്. ഇവരെന്ത് തേങ്ങ എന്താ കാണിക്കട്ടെ, എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാവില്ല. ഇറ്റ്സ് എ ഗോൾ. എൻ്റെ മോനെ, നമ്മൾ ബെൻവൈറ്റിനെ കൊണ്ട് ഗോളൊന്നും അടിപ്പിക്കാൻ നോക്കിയില്ലേ. ഇറ്റ്സ് എ ഗോൾ. ബെൻവൈറ്റിനെ കൊണ്ട് തന്നെ ഗോൾ അടിച്ച് കിടിലാലുവേ. ബിസ്കോർ കാരണം ബ്ലിറ്റ്സ് ഗ്രൗണ്ടർ. ആ പോയി ഇല്ല. ആടാ പോയി. അല്ല, നമ്മളെ 1 ലക്ഷ്യം തീർന്നിട്ടുണ്ട്. ഒരു അസിസ്റ്റ് കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഗോൾ കോൺട്രിബ്യൂഷൻ കൊടുക്കാനുള്ളതായിരുന്നു 1 ലക്ഷ്യം പറഞ്ഞിട്ടുള്ളത്. 4 ലക്ഷ്യം സെൻറ്റർ ബാക്ക് ആയിരുന്നു. സെൻറ്റർ ബാക്ക് റോളിൽ കളിപ്പിക്കണം എനിക്ക് തോന്നില്ല. ഇപ്പം മെയിനായിട്ട് 3 സെൻറ്റർ ബാക്ക് കളിപ്പിക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ടാസ്ക്കാണ് കഴിച്ചത്. അവിടെ ഇറ്റ്സ് എ ഫ്രീക്കിംഗ്. ഇറ്റ്സ് നൈസ്. അടിയാ, ഇറ്റ്സ് എ ഗോൾ. ഇറ്റ്സ് എ കംബാക്ക് ഗോൾ ഗൈസ്. ഡി ബ്രൂന വിൽ സ്കോർ ഇറ്റ്. No, De Bruyne scored it. De Bruyne വർക്ക് ചെയ്യാൻ പാടില്ല. De Bruyne വെച്ച് എടാ തേങ്ങ, ഈ കളി പോയിട്ടുണ്ടെങ്കിൽ ഉള്ള കാര്യം പോലെ അടിച്ചാണ് നോക്കത്തിന്. ഒന്ന് അടിച്ചിളക്കടാ, അത് ത്രൂ വെച്ച് പിടിക്കല്ലോ. നൈസ് ത്രൂ കേട്ടോ, ഒന്നും പറയാനില്ല. അന്താരാഷ്ട്ര ത്രൂ വൈസ് അത് കൊടുത്തെന്ന് പറഞ്ഞ പോലെ വെട്ടു ഞാൻ അടിയണത്. അതൊക്കെ അത്രേ ഉള്ളൂ. എടാ മിസ്സാടാ ബോള്. എടാ അത് കിട്ടുമെന്ന് വെച്ചിട്ടില്ല, അത് കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിക്കുമല്ലേ. നൈസ് കൗണ്ടർ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നൈസ് ഒരു കളി കളിക്കുന്നുണ്ട് നമ്മൾ. ഇറ്റ്സ് എ ഗോൾ. ഇറ്റ്സ് എന്താ ഗോൾ. ഒരു പവർ ഷോട്ടോ കാര്യങ്ങളൊന്നും അല്ല കേസ്, എന്നാലും ഗോൾ അടിച്ചിട്ട്
നിക്ത വിത്ത് അനദർ ഗോൾ. അവൻ ബാക്ക് അടിച്ചു പോയി ഗൈസ്. എല്ലാവരും പറയാം ബാക്ക് അടിച്ചു. നമ്മൾ ജയിച്ചിട്ടുണ്ട് എന്തായാലും. എന്തായാലും ഗോൾ കോൺട്രിബ്യൂഷൻ കിട്ടും ഗൈസ്. ആ വൈറ്റിൻ്റെ ഗോൾ ഉണ്ടാക്കി. നൈസ്. അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ. എൻ്റെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് റേറ്റ് ചെയ്യും. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സ് ഒക്കെ ഉണ്ടാവും, അതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ.